ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. ഫിലിപ്പിയർ 2:4 മുതൽ 6 വരെ. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചു. സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുവിന്റെ ഭാവം. ക്രിസ്തു മനുഷ്യനിൽ എന്ത് ഗുണമാണ് കണ്ടത്? ഒരു ഗുണവുമില്ല. എന്നാൽ ക്രിസ്തു മനുഷ്യനാവുകയാണെങ്കിൽ മനുഷ്യൻ മുഴുഗുണങ്ങളും ഉള്ളവനായി ഒരിക്കൽ തീരും. പൊട്ടൻഷ്യൽ ഗുഡ്നസ് ഇൻ മാൻ. ഇപ്പോൾ ഒരു ഗുണവുമില്ല, എന്നാൽ എല്ലാ ഗുണങ്ങളും ഉള്ളവനായി തീരും. അതുകൊണ്ട് അവൻ ജഡരക്തങ്ങളോട് കൂടെയുള്ള തന്റെ സഹോദരന്മാരെ പോലെ ആകുവാൻ മനസ്സ് വെച്ചു. ക്രിസ്തുവെങ്കിലുള്ള ഭാവം. ഭാവം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ആ വാക്ക് ഉപയോഗിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അവന്റെ ഭാവം അല്ലേ? എന്നാൽ ക്രിസ്തുവിന്റെ ഭാവം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാറ്. എപ്പോഴാണ് നമ്മളൊരു കാര്യം മുറുകെ പിടിക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബാഗ് പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെ മുറുകെ പിടിക്കും. ദൈവത്തിൻ്റെ ഇക്വാലിറ്റി അതിനെ ഇങ്ങനെ മാറ്റുമ്പോൾ കർത്താവ് അതിനെ പിടിച്ചില്ല, ഇങ്ങനെ മാറ്റി വിട്ടുകൊടുത്തു. അങ്ങനെ അവൻ മനുഷ്യ സ്വരൂപത്തിലായി. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. എന്നാൽ അതേ കർത്താവ് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയപ്പോൾ മനുഷ്യനോടുള്ള അവന്റെ സമത്വം മുറുകെ പിടിച്ചോണ്ടാണ് പോയത്. കർത്താവിനെ നാം ആരാധിക്കുന്നതിന്റെ പ്രത്യേകത, അവൻ എന്തൊക്കെയാണോ അത് മുഴുവനും നമുക്ക് ഉള്ളതും നമുക്ക് ഗുണം ചെയ്യുന്നതും നമുക്ക് ലഭിക്കുന്നതുമാണ്. ഇന്ന് ലോക സെലിബ്രിറ്റീസിനെയൊക്കെ ആരാധിക്കുന്നുണ്ട്. ഫുട്ബോളേഴ്സ്, സെലിബ്രിറ്റീസ്, പാട്ടുകാര്, ആക്ടേഴ്സ്. അവരുടെ ഗുണം കണ്ട് അവരെ ആരാധിക്കുമ്പോൾ ഇവർക്കൊരു ഗുണവുമില്ല, ഈ ആരാധിക്കുന്നവർക്കൊരു ഗുണവുമില്ല. എന്നാൽ കർത്താവിന്റെ ഒരു ഗുണമെങ്കിലും നമുക്ക് ഗുണമില്ലാത്തതൊന്ന് പറയാം. അവൻ സർവശക്തനാണെങ്കിൽ ആ മുഴുവൻ ശക്തിയും എനിക്കുള്ളതാ, എനിക്ക് വേണ്ടി അവൻ ഉപയോഗിക്കുക. അവൻ കരുണയും കൃപയുമുള്ളവൻ, അത് മുഴുവൻ എനിക്ക് കിട്ടി. അവൻ സകലത്തിനും അവകാശി, സകലതും സഭയുടെ കാൽക്കീഴെ എടുത്തു വെച്ചു. അവൻ പരിശുദ്ധൻ. കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് നീയും. കർത്താവിലുള്ള എല്ലാം എനിക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കുമ്പോൾ കർത്താവിന് ലഭിക്കുന്നത് എന്തുവാ? നമ്മൾ വിചാരിക്കുന്നത് കർത്താവിനെ പുകഴ്ത്തുമ്പോൾ കർത്താവിന് വലിയ സന്തോഷമാണ്. അതല്ല. എന്തൊക്കെ പറഞ്ഞാണോ നാം അവനെ ആരാധിക്കുന്നത് അതൊക്കെയും നമുക്ക് ലഭിച്ചല്ലോ, നമുക്ക് മനസ്സിലായല്ലോ, നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലായല്ലോ എന്ന് ദൈവം ചിന്തിച്ച് സന്തോഷിക്കുക. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, പത്രോസ് പറഞ്ഞു. അപ്പൊ കർത്താവിന് സന്തോഷം എന്താ? അപ്പൊ നിനക്ക് എന്നെ കിട്ടി, നിനക്ക് എന്നെ മനസ്സിലായി, നിനക്ക് എന്നെ കിട്ടി. എന്നെ മനസ്സിലാകാത്തവർ, എന്നെ ആരാധിക്കാത്തവർ എന്നെ ലഭിക്കാത്തവരാ. അതാണ് ദൈവത്തിന് ലഭിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ക്രിസ്തുവിലുള്ള ഭാവം കണ്ട്, അങ്ങയുടെ ഹൃദയത്തിന്റെ ഉൾത്തളങ്ങളെ കണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവത്തോടുള്ള സമത്വം വിട്ടുകളഞ്ഞു മനുഷ്യ സ്വരൂപത്തിൽ ആകുമ്പോൾ ഞങ്ങളിൽ ഒരു ഗുണവുമില്ല എങ്കിലും വരുവാനുള്ള അങ്ങയുടെ സകല ഗുണങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കണ്ടിട്ട് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങ് സർവശക്തനാണ്. ദൈവത്തിൻ്റെ വലിയ കരം ആണ് പുത്രൻ.
കർത്താവിന്റെ ജ്ഞാനം മുഴുവനും രക്ഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ കാണും. അങ്ങ് കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. ആ കരുണയും കൃപയും ഞങ്ങൾ ധാരാളമായി അനുഭവിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ആത്മാവിൽ നിന്റെ സാന്നിധ്യത്തെ ഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി നമസ്കരിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് കരയറ്റുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.